കളമശ്ശേരിയിൽ എനിക്ക് ഒരാഴ്ചയ്ക്ക് മുൻപ് ഒരു സ്ത്രീ, അതായത് ജെയ്സി എബ്രഹാം എന്നൊരു ഒരു സ്ത്രീ, 55 വയസ്സുള്ള ഒരു സ്ത്രീ, അവർ മരണപ്പെട്ട നിലയിൽ അവരെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഒരു കേസിൽ പോലീസ് അന്വേഷണമൊക്കെ വളരെ കാര്യമായി തന്നെ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കൊലപാതക കേസിലെ പ്രതി പിടിയിലായിട്ടുണ്ട് എന്നൊരു വാർത്തയാണ് വരുന്നത്. കാക്കനാട് സ്വദേശിയും ഇൻഫോ പാർക്ക് ജീവനക്കാരനുമായ ഗിരീഷ് ബാബുവാണ് പോലീസിന്റെ പിടിയിലായത്. ഇയാളുടെ സുഹൃത്ത് ഖദീജയും പിടിയിലായിട്ടുണ്ട്. ഗിരീഷും ജെയ്സിയും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. കൊലപാതകം നടത്തിയത് 17-ന് രാവിലെ 11:30ഓടെയാണെന്ന് പ്രതി മൊഴി നൽകിയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി ചേരുന്നുണ്ട്. സഹിൻ, ഗുഡ് മോർണിംഗ്. ഈ കളമശ്ശേരിയിലെ യുവതി ഈ ഒരു സ്ത്രീയുടെ മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. മാത്രമല്ല, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ പുറത്തു വന്നപ്പോൾ ഈ ഞെട്ടിപ്പിക്കുന്ന സംഭവം, തലയ്ക്ക് ആഴത്തിലുള്ള മുറിവുണ്ടായിരുന്നു. മാത്രമല്ല, അവരുടെ മുഖമൊക്കെ വികൃതമായ നിലയിലായിരുന്നു. അന്നേ പോലീസ് ഇതൊരു കൊലപാതകമാണെന്ന് ഉറപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ ഫ്ളാറ്റിൽ വന്നവരെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമായിരുന്നു പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടന്നത്. അതിനൊടുവിലാണോ ഇപ്പോൾ ഈ പ്രതികൾ പിടിയിലായത്? ഈ ഖദീജയ്ക്ക് ഇയാളുമായിട്ടുള്ള ബന്ധം എന്താണ്? അതുതന്നെയാണ് സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ ഫ്ളാറ്റിൽ വന്ന ആളുകളെ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ പ്രതി പിടിയിലാവുന്നത്. ഇയാൾ ഹെൽമറ്റ് ധരിച്ചായിരുന്നു 17-ാം തീയതി ഞായറാഴ്ച ദിവസമായിരുന്നു അന്ന് ഫ്ളാറ്റിലെത്തിയത്. ഹെൽമറ്റ് ധരിച്ച ഫ്ളാറ്റിലേക്ക് കയറുന്നു. പിന്നീട് 3 മണിക്കൂറിന് ശേഷം ഈ ഫ്ളാറ്റിൽ നിന്നും ഇയാൾ ഇറങ്ങിപ്പോകുന്നതും ഹെൽമറ്റ് ധരിച്ചുകൊണ്ടാണ്. അപ്പോൾ തന്നെ പോലീസിന് ചില സംശയങ്ങളുണ്ടായിരുന്നു. പ്രതി ഇയാൾ തന്നെയാണെന്നുള്ള ഒരു സൂചന പോലീസിനുണ്ടായിരുന്നു. പക്ഷേ ആ ഹെൽമറ്റ് ധരിച്ചത് ആരാണെന്ന് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. പിന്നീട് ഇയാൾ സഞ്ചരിച്ച വാഹനത്തിൽ നമ്പറെല്ലാം കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ പരിശോധനയിലാണ്, അല്ലെങ്കിൽ അന്വേഷണത്തിലാണ് ഒടുവിൽ ഗിരീഷ് പിടിയിലാകുന്നത്. ജെയ്സിയും ഗിരീഷും തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന് തന്നെയാണ് പോലീസിന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു സൗഹൃദത്തിനും അപ്പുറം അവർ തമ്മിലുള്ള ബന്ധം നീണ്ടുപോയിരുന്നു എന്നുള്ളതും പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ജെയ്സിയുടെ പക്കൽ ആവശ്യത്തിൽ കൂടുതൽ പണമുള്ളതായി ഗിരീഷ് കണ്ടെത്തിയിരുന്നു. ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. ജീവിക്കാനുള്ള പണം ജെയ്സിയാണ് കണ്ടെത്തിയിരുന്നത്. റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ ജെയ്സിക്കുണ്ടായിരുന്നു. അങ്ങനെ പല ഘട്ടങ്ങളിലും ഗിരീഷ് ജെയ്സിയിൽ നിന്നും പണം വാങ്ങിയിരുന്നു. ഇതിൽ ഏറ്റവും ഒടുവിൽ ഗിരീഷ് 10 ലക്ഷത്തിലധികം രൂപ ജെയ്സിയോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഈ പണം നൽകാൻ ജെയ്സി തയ്യാറായിരുന്നില്ല. ഇതോടുകൂടിയാണ് ഗിരീഷ് ജെയ്സിയെ വകവരുത്തി ഈ പണം സ്വന്തമാക്കാൻ തീരുമാനിച്ചത്. ജെയ്സിയുടെ 10:30 അന്ന് ആ ഫ്ളാറ്റിൽ, ജെയ്സിയുടെ ഫ്ളാറ്റിൽ ഇയാൾ എത്തുകയായിരുന്നു. പിന്നീട് 11:30 ഇയാൾ ജെയ്സിയെ കൊലപ്പെടുത്തിയത്. കൊല ചെയ്യുന്നതിന് മുമ്പ് ഇവർ തമ്മിൽ സൗഹൃദ സംഭാഷണവും ഒപ്പം തന്നെ സ്നേഹത്തിലുമായിരുന്നു എന്നുള്ളത് തന്നെയാണ് പോലീസിന് മനസ്സിലാക്കാൻ കഴിയുന്നതും. അത്തരത്തിലുള്ള മൊഴിയാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും 11:30 ഇയാൾ ജെയ്സിയെ കൊലപ്പെടുത്തുകയായിരുന്നു. പിന്നീട് ഇവരുടെ സ്വർണ്ണാഭരണങ്ങൾ ഇയാൾ കവർന്നെടുക്കുകയും ചെയ്തു. ഈ സ്വർണ്ണാഭരണങ്ങളും പണവും എടുത്ത ശേഷം ഇത് ഖദീജയെയാണ് ഈ സ്വർണം ഏൽപ്പിച്ചത്. ഖദീജ ഈ സ്വർണം ഇയാൾക്ക് വിറ്റു നൽകിയത് ഖദീജയാണ്. ഇയാൾ IT പ്രൊഫഷണലാണ്, ഇൻഫോ പാർക്ക് ജീവനക്കാരനാണ് ഈ പിടിയിലായിട്ടുള്ള ഗിരീഷ്. എന്തായാലും ഇയാളെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയായിരുന്നു പോലീസിന്റെ അന്വേഷണം ആദ്യഘട്ടം മുതൽ തന്നെ പോയിരുന്നത്. മാത്രമല്ല, ജെയ്സിനെ മറ്റ് 2 സുഹൃത്തുക്കളെയും പോലീസ് ഇന്നലെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇതിൽ 2 പേരെ പറഞ്ഞയക്കുകയും ചെയ്തു. പിടിയിലായ ഖദീജയെയും ഒപ്പം തന്നെ ഗിരീഷിനെയും അറസ്റ്റാണ് പോലീസ് രേഖപ്പെടുത്തിയത്. 4 പേരായിരുന്നു ഇന്നലെ രാത്രിയോടുകൂടി പോലീസിന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 2 പേരെ പോലീസ് പറഞ്ഞയച്ചിട്ടുണ്ട്. അവർക്ക് യാതൊരു വിധത്തിലുള്ള ബന്ധവും ഇതിലില്ല എന്ന് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്നാൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗിരീഷ് ജെയ്സിയുമായിട്ടുള്ള ഒരു അടുപ്പം, അല്ലെങ്കിൽ ആ സൗഹൃദത്തിൽ നിന്നുകൊണ്ടാണ് ജെയ്സിയുടെ പക്കൽ പണമുണ്ടെന്ന് മനസ്സിലാക്കുകയും ജെയ്സിയെ കൊലപ്പെടുത്താൻ തീരുമാനിക്കുകയും ചെയ്തത്. ജെയ്സി അബ്രഹാം വിവാഹമോചനം നേടിയ ശേഷം ഈ ഗിരീഷുമായി തന്നെ ജീവിച്ചു പോരുകയായിരുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു സൗഹൃദത്തിനും അപ്പുറമുള്ള ബന്ധമായിരുന്നു ഇരുവരും തമ്മിലുണ്ടായിരുന്നത്. എന്നാൽ ഇതിനിടയിലാണ് പണത്തിനും സ്വർണത്തിനും വേണ്ടി ജെയ്സിയെ ഗിരീഷ് കൊലപ്പെടുത്തിയത്. ശരി സഹിൻ, ഈ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തിലുള്ള സംഭവമൊക്കെ ഇപ്പോൾ കൂടി വരുന്നുണ്ട് സഹിൻ. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുൻപല്ലേ ഈ അമ്പലപ്പുഴയിലും ഇത്തരത്തിലൊരു സ്ത്രീയെ, സുഹൃത്തായിരുന്ന ഒരാൾ ആരും അറിയാതെ കൊന്ന് കുഴിച്ചു മൂടിക്കളഞ്ഞത്. ഈ നമ്മളോടത്തൊക്കെ ഈ സൗഹൃദം കൂടാൻ വരുന്നവരെയൊക്കെ നമുക്ക് ഈ ആൾക്കാരെ ഈ നാട്ടുഭാഷയിലൊക്കെ പറയും, ചക്കയാണെങ്കിൽ നമുക്ക് തുറന്നു നോക്കാം, അതല്ലാതിരിക്കാൻ അങ്ങനെ ഒരു നാട്ടുഭാഷയുണ്ട്. അതുപോലെ ഈ സൗഹൃദം കൂടാനൊക്കെ വരുന്നവരെ നമുക്ക് എങ്ങനെയാണ് വിശ്വസിച്ചിപ്പോൾ ഒരാളടുത്ത് മിണ്ടാൻ പോലും പേടിയാവുന്നൊരു സാഹചര്യത്തിലേക്കൊക്കെ എത്തിയിട്ടുണ്ടല്ലേ നമ്മുടെ ഈ നാട്ടിലെ സംഭവങ്ങളൊക്കെ?
ഇതിലെ ഒരു വലിയ പ്രശ്നം നിലനിൽക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സേതു സൂചിപ്പിച്ചത് തന്നെയാണ്. സൗഹൃദമെല്ലാം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. എൻ്റെ അമ്മ കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ പത്രം വായിച്ചുകൊണ്ട് പറയുകയാണ്, എങ്ങനെ ഈ നാട് മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. കാരണം കുട്ടികളെ ഉപേക്ഷിച്ച് മാതാപിതാക്കൾ മറ്റൊരാളെ കൂടി പോകുന്നു, അല്ലെങ്കിൽ സ്ത്രീകൾ ഒരു പുരുഷനെയും വിശ്വസിച്ച് സ്വന്തം കുടുംബമെല്ലാം ഉപേക്ഷിച്ച് പോകുന്നു, പിന്നീട് അവർ ക്രൂരമായി കൊല ചെയ്യപ്പെടുന്നു. ആ രീതിയിലേക്ക് സ്വന്തം കുടുംബത്തെയും അല്ലെങ്കിൽ ബന്ധുക്കളെയും എല്ലാം ഉപേക്ഷിച്ച് മറ്റൊരാളോടൊപ്പം പോകുമ്പോൾ ആലോചിക്കേണ്ട കുറേ കാര്യമുണ്ട് എന്നുള്ളത് തന്നെയായിരുന്നു അന്ന് പറഞ്ഞു വെച്ചത്. എന്തായാലും അതുതന്നെയാണ് ഇപ്പോൾ സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സൗഹൃദമെല്ലാം തിരഞ്ഞെടുക്കുമ്പോൾ നോക്കിയും കണ്ടും തിരഞ്ഞെടുത്തില്ലെങ്കിൽ സ്വാഭാവികമായും ഇത്ര ക്രൂരമായ സംഭവങ്ങളിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളതാണ്. കഴിഞ്ഞ ആഴ്ചയും അതിനുള്ള ഒരു ഉത്തമ ഉദാഹരണം തന്നെയായിരുന്നു ഉണ്ടായത്. ഇപ്പോൾ അത് വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് സേതു. ശരി സഹിൻ, ഈ കാണുന്ന പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഈ പ്രത്യേകിച്ച് ഈ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ, ഒരു സ്ത്രീയൊക്കെ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ അഡ്വാൻറ്റേജ് എടുക്കാൻ ഒത്തിരി പേരൊക്കെ വരും. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഈ ഓരോരുത്തരും നമ്മളെ സമീപിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ആശ്വാസ വാക്കൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ഇവരുടെ ഒരു സ്ട്രാറ്റജി. ഒരു നമ്മൾ എന്തോ തകർന്നിരിക്കുന്നു എന്നൊക്കെയാണ് ഇവരുടെ ഒരു വിചാരം. നമ്മളിങ്ങനെ സമാശ്വസിപ്പിച്ചൊക്കെ കൂടെ ചേർന്ന് അങ്ങനെയാണ് ഇവരുടെ ഒരു പരിപാടി. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്നവരെ നമ്മൾ ചിലപ്പോൾ ഒരുപക്ഷെ അവർ നല്ല ആൾക്കാരായിരിക്കാം, എങ്കിലും നമുക്കറിയാത്ത ഒരാളാണെങ്കിൽ ആദ്യം ഒന്നും വിട്ട് പറയരുത്. ഇവരുമായിട്ടുള്ള സൗഹൃദമൊക്കെ കുറച്ച് കഴിഞ്ഞ് ഇവരെയൊക്കെ നമുക്ക് ഒരു മനുഷ്യനെയും നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ മനസ്സിലാവില്ല എന്നുള്ളത് വളരെ സത്യമാണ്. അത് നമ്മളെ കൂടെയുള്ള ആൾക്കാരാണെങ്കിൽ പോലും ഇവരുടെയൊക്കെ സ്വഭാവം എന്താ നമുക്ക് കുറേ കാലം കഴിഞ്ഞേ മനസ്സിലാവുള്ളൂ. പക്ഷേ എങ്കിലും അപരിചിതരായിട്ട് വരുന്ന ആളുകളാണെങ്കിൽ ഉടനെ തന്നെ സൗഹൃദവും ചങ്ങാത്തവും ഒന്നും കൂടാൻ നിൽക്കരുത്. ഇവരെയൊക്കെ നോക്കിയും കണ്ടുമൊക്കെ വേണം മുന്നോട്ട് പോകാൻ. കാരണം നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി നടക്കുന്നത് ഇത്തരത്തിലുള്ള സംഭവങ്ങളാണ്. കൊന്ന് കുഴിച്ചു മൂടാണ്, ആരും അറിയാതെ. നമ്മൾ ഈ നാട്ടിലൊക്കെ നമ്മൾ പറയുന്ന പോലെ പൂച്ചക്കുഞ്ഞിനെയൊക്കെ കൊന്ന് കുഴിച്ചു മൂടുന്ന പോലെയാണ് ആളുകളെയൊക്കെ ഒരു കരുണയും ഇല്ലാതെ വെട്ടിക്കൊലപ്പെടുത്തുന്നത്. ഈ സ്ത്രീയുടെ, ഈ കളമശ്ശേരിയിൽ കൊല്ലപ്പെട്ട ഈ സ്ത്രീയുടെ മുഖം കാണാൻ പോലും പറ്റാത്ത രീതിയിൽ അത്രയും കുത്തി വികൃതമാക്കി കളഞ്ഞു. അപ്പോൾ ഈ നമ്മുടെ ആളുകളെല്ലാം, ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും ഈ സൗഹൃദങ്ങളൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം.